ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഈ ലാസ്റ്റ് വീക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന പശുക്കളാണ്. നമ്മളവിടെ നിന്ന് മൊത്തം 8 പശുക്കളാണ് പർച്ചേസ് ചെയ്തിരുന്നത്. 4 ഡയറക്റ്റ് വയനാട്ടിലോട്ട് പോയി. പിന്നെ 4 2 ചെറുവണ്ടിയിലായിട്ട് വന്നത്, 2 ആയിട്ട്. അതിൽ 3 പ്രസവിച്ചതും 1 ചെനപ്പശുവാണ്. ഈ കാണുന്നതാണ് ചെനപ്പശു. ഇത് പ്രസവിച്ച പശുവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, അത്യാവശ്യം 20 മേലെ തന്നെ കറക്കാൻ കപ്പാസിറ്റിയുള്ള പശുക്കൾ തന്നെയാണ്. അപ്പോൾ ആദ്യം ഈ വണ്ടി ഇറക്കിയിട്ട് വേണം, വേറൊരു വണ്ടി ഉള്ളിൽ വെയിറ്റിംഗ് ആണ്. രണ്ടും ഒന്നിച്ച് വന്ന വണ്ടികളാണ്. ഇപ്പോൾ അവിടെ ലോഡ് ഇറക്കി എന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത വണ്ടി ഇവിടെ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് ഇപ്രാവശ്യം ലോഡ് വന്നിരിക്കുന്നത്. വലിയ വണ്ടിയിലുള്ള ലോഡ് ഇല്ലാത്തതുകൊണ്ട് 2 ചെറുവണ്ടിയിലായിട്ടാണ് കൊണ്ടുവന്നത് നമ്മൾ ഇപ്രാവശ്യം. ഇത് രണ്ടും പ്രസവിച്ച പശുക്കളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിലും ക്വാളിറ്റിയിലുള്ള പശുക്കളാണ്. ഏകദേശം ഇത് രണ്ടും 4 ഇപ്പോൾ ഏകദേശം സെയിലായിട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിലിപ്പോൾ 2 വയനാട്ടിലോട്ടും 2 നമ്മളിവിടെ അടുത്ത് തന്നെ ചെർപ്പളശ്ശേരി എന്ന് പറയും, പാലക്കാട് മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് അവിടേക്കാണ് ഇപ്പോൾ സെയിലായിരിക്കുന്നത്. ലോഡ് വരുമ്പോൾ തന്നെ അവർ എടുക്കാനുള്ള ആൾക്കാരും അവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് എപ്പോൾ ലോഡ് വന്നാലും ലോഡ് വരുന്ന സമയത്ത് തന്നെ ആൾക്കാരുണ്ടാകും. എന്താ വെച്ചാൽ ആഴ്ചയിൽ നമ്മൾ ഒരു ലോഡല്ലേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും അതിനുള്ള ആൾക്കാർ എപ്പോഴും റെഡിയിൽ ഇവിടെ തന്നെ വെയിറ്റിംഗ് ആയിരിക്കും. മാക്സിമം എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് 1-2 ദിവസത്തേക്ക് കൊടുത്തില്ല, പാല് തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷെഡിൽ നിർത്തി കറക്കുക ചെയ്യുക. മാക്സിമം സെയിലായി പോവും. ചിലപ്പോൾ അതിൽ 1-2 ചിലപ്പോൾ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യം വെച്ചാൽ നമ്മൾ ഷെഡിൽ നിർത്തി, നമുക്ക് ഫാം തന്നെയാണല്ലോ, നിർത്തി കറക്കും. പിന്നെ അത് കൊടുക്കത്തില്ല. ഇവിടെ ഫാമിലുള്ള ഒരു പശുക്കളും നമ്മളിവിടെ സെയിലില്ല കേട്ടോ. കൊണ്ടുവന്ന് കൊടുക്കുന്ന പശുക്കൾ മാത്രമാണ് നമ്മളിവിടെ സെയിലുള്ളൂ. ഇതുപോലുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയുള്ള പശുക്കൾ മാത്രം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാലക്കാട് ക്ഷീര ഡയറിയായി ബന്ധപ്പെടുക. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ.